പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായപ്പോൾ തന്നെ CPM ഭയന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. യാത്രയെ പരിഹസിച്ച് രംഗത്ത് വരികയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇടതുപക്ഷത്തിന്റെ വടക്കൻ മേഖല യാത്ര അവിടെ പുരോഗമിക്കുമ്പോഴാണ് അതിനെ കടത്തിവെട്ടി സതീശന്റെ പുതുയുഗ യാത്ര കളം പിടിച്ചത്. ഇതോടെ ഹാലിളകിയ MV ഗോവിന്ദൻ യാത്രയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ഇതിനെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വി.ഡി. സതീശൻ. LDF 110 സീറ്റ് നേടുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതിനെ ഏറ്റുപിടിച്ച MV ഗോവിന്ദൻ മണ്ടത്തരമാണ് വിളമ്പുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ പിണറായി വിജയൻ കണ്ടം വഴി ഓടും. ആ ഓടുന്നതിൻ്റെ സ്പീഡാണ് 110 കിലോമീറ്റർ എന്നാണ് സതീശൻ്റെ കൗണ്ടർ വന്നത്. MV ഗോവിന്ദൻ്റെ ജാഥയിൽ ആളൊഴിഞ്ഞ കസേരയും കുറച്ച് സഖാക്കന്മാരും മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ ജാള്യത മറക്കാനാണ് UDF ജാഥയെ കുറ്റം പറയുന്നതെന്നുമായിരുന്നു കോൺഗ്രസിൻ്റെ ആക്ഷേപം. സതീശൻ്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു നോക്കാം. CPM-ന് ഇരട്ടത്താപ്പാണ്. പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം, പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം, ഇപ്പൊ രണ്ടു കൂട്ടരും ഇല്ലാതായി. ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എന്താ പറയണത്, എന്താ പ്രവർത്തിക്കണത്, പണ്ട് പറഞ്ഞതൊക്കെ മറക്കാം, അല്ലെങ്കിൽ മറന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യാം. മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, വികസനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് ഭയമാണ്, UDF കാണുന്നത് മലർപ്പിടിക്കാരന്റെ സ്വപ്നമാണെന്നാണ്. അല്ല, അതൊക്കെ അവർക്ക് പറയും. ഇപ്പം ഞങ്ങൾ 100 സീറ്റിലധികം വന്ന് ജയിക്കുമെന്ന് പറയുമ്പോൾ അത് ജയിക്കുമെന്ന് ഗോവിന്ദ മാഷെ പോലെ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മാഷ്ക്ക് പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു 110 ആക്കാം. ഞാൻ ഏതോ ഒരു ട്രോളിൽ കണ്ടു 110 പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അത് തോറ്റു കഴിയുമ്പോൾ ഓടുന്ന സ്പീഡിനല്ല, പാടം വഴി കണ്ടം വഴി ഓടുന്ന സ്പീഡാണ് 110 കിലോമീറ്റർ. അവർ ജയിക്കുമെന്ന് അവർ പറഞ്ഞോട്ടെ. പിന്നെ ഞങ്ങൾ വികസനം അല്ലാതെ ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്താണ് പുതുയുഗ യാത്ര എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചും കേരളത്തിലെ പുത്തൻ പദ്ധതികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന, അത് 30 ദിവസം കഴിയുമ്പോൾ അത് മനസ്സിലായിക്കോളും. അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവ്, അദ്ദേഹം ഞങ്ങളുടെ യാത്രയെ ശ്രദ്ധിക്കുന്നുണ്ടെന്നും യാത്രയിലെ ചർച്ചകൾ എന്തെല്ലാം ആയിരിക്കണമെന്നും അദ്ദേഹം നൽകുന്ന ഉപദേശം കൂടി ഞങ്ങൾ സ്വീകരിക്കാം. അത് അവർക്കെല്ലാം അവരുടെ സംഘടനകൾക്കെല്ലാം അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിലേക്ക് ഞങ്ങൾ എന്തിനാ ഇടപെടണം? ഞങ്ങൾ ഇത് കേട്ടോ, ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു സമുദായ സംഘടനകളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടില്ല. ഞങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ജോലിയുണ്ട്. അവർക്കൊക്കെ പരസ്പരം ഫൈറ്റ് ചെയ്യാം, പരസ്പരം പരിചാരം, അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ചേരാം. എല്ലാവരും ഒരുമിച്ച് നടക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തമ്മിൽ യുദ്ധം ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അതിലൊക്കെ കയറി അഭിപ്രായം പറയേണ്ട ആളല്ല രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും. പ്രതിപക്ഷ നേതാവിന്റെ ജോലി അതുമല്ല. ഓരോ സംഘടനയിൽ നടക്കും. നിങ്ങൾ NSS-ൽ എന്തെങ്കിലും തീരുമാനം വന്നാൽ അപ്പം എൻ്റെ അടുത്തേക്ക് വരും. SNDP-യിൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം എൻ്റെ അടുത്തേക്ക് വരും. സമസ്തയുടെ കാര്യം അതൊക്കെ പറയേണ്ട ആളല്ല ഞാൻ. ലോകത്തിൽ സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രതികരണം നടത്തേണ്ട ആളല്ല ഞാൻ. അതൊക്കെ ഓരോ സംഘടനകളിലെ ആഭ്യന്തര കാര്യം, അതൊക്കെ അവർ തന്നെ പരിഹരിച്ചു. അതൊക്കെ പറഞ്ഞല്ല, അതൊക്കെ എല്ലാ ദിവസവും ഇത് വന്ന് എല്ലാ ദിവസവും ഇത് വന്ന് ചോദിച്ച് ഇത് സബ്ജക്റ്റ് ആക്കണ്ട. ഞാൻ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ കോട്ട് ചെയ്താണ്. അദ്ദേഹമുള്ള അതിന്റെ മെയിൻ ആള്. അദ്ദേഹം പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്താണ്. അവരൊക്കെ തമ്മിൽ സംഘടനാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പ്രശ്നമുണ്ട്. അതിലൊന്നും ഞങ്ങൾ കക്ഷികളല്ല.